السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه ومن اتبعهم بإحسان إلى يوم الدين. أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولأزواجنا ولذرياتنا ولأمهات منا ولإخواننا ولأخواتنا ولجميع المصنفين الصالحين والعاملين والمفسرين والمحدثين والفقهاء والأئمة كلهم أجمعين. آمين برحمتك يا أرحم الراحمين. റഹ്മാൻ റഹീം റബ്ബ്, പരിശുദ്ധ റമളാൻ മാസത്തിൻ്റെ ഹക്ക് ജാവർക്കത്തുമുണ്ട്. നമ്മുടെ എല്ലാ പാപങ്ങളും ദോഷങ്ങളും അബദ്ധങ്ങളും ഒക്കെ അല്ലാഹു തആല വിട്ടുകൊടുത്ത് മാഫാക്കി നാം ചെയ്യുന്ന കർമ്മങ്ങളും ഇബാദത്തുകളും ഒക്കെ പൂർണ്ണമായ നിലക്ക് അല്ലാഹു സ്വീകരിച്ച് ഇരു വീട്ടിലും അല്ലാഹു തആല അത് ആഫത്തായിട്ട് പ്രതിഫലം നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ സന്താനങ്ങൾ, സഹോദരി സഹോദരങ്ങൾ, നമ്മോട് ബന്ധപ്പെട്ടവർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, നമ്മുടെ ശിഷ്യന്മാർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, സമയം സഹിച്ചവർ, സഹായിച്ചവർ, അവർക്കെല്ലാം അല്ലാഹു തആല എല്ലാ ദോഷങ്ങളും വിട്ടുകൊടുത്ത് മാഫാക്കി കൊടുക്കട്ടെ. അവരെ നമ്മെ അല്ലാഹു തആല ജീവിതം ഖൈറാവുന്ന കാലത്തോളം ആഫിയത്തോടെ സിഹത്തോടു കൂടി അല്ലാഹുവിന്റെ ദീനിന്റെ ഖിദ്മത്തിലായിക്കൊണ്ട് ജീവിക്കാൻ, മരണം ഖൈറാവുന്ന സമയത്ത് പൂർണ്ണ ഈമാനോടുകൂടി മരണപ്പെടാനും അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാൻ മാസത്തിൽ ഇബാദത്തുകൾ എടുക്കാനുള്ള ആരോഗ്യവും ശക്തിയും സന്മനസ്സും തൗഫീഖും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കാര്യങ്ങളിലും, നമ്മുടെ കച്ചവടത്തിലും ബിസിനസ്സിലും ജോലിയിലും നമുക്ക് അല്ലാഹു നൽകുന്ന മുഴുവൻ കാര്യങ്ങളിലും അല്ലാഹു നമുക്ക് കണക്കാക്കിയതിലൊക്കെ അല്ലാഹു ഖൈറും ബർക്കത്തും റാഹത്തും സന്തോഷം പ്രദാനം ചെയ്യട്ടെ. നാം തുടങ്ങി വെച്ച കാര്യങ്ങളൊക്കെ ഹക്ക് പ്രകാരം പൂർത്തീകരിക്കാനുള്ള എല്ലാ വഴികളും അല്ലാഹു തആല എളുപ്പമാക്കി തരട്ടെ. നല്ല നല്ല ഖൈറായ മാർഗങ്ങൾ അല്ലാഹു നമുക്ക് തുറന്നു തരികയും അള്ളാഹുവിൻ്റെ നോക്കുന്നുള്ള ഒരു പ്രത്യേക സഹായവും ഫത്തഹും അല്ലാഹു തആല പ്രദാനം ചെയ്യുകയും ചെയ്യട്ടെ. അവസാനം ഖാത്തിമത്ത് നന്നായി അല്ലാഹു തആല ഇഷ്ടപ്പെട്ട ദാസന്മാരോടൊപ്പം ചേർന്ന് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ റഹ്മത്തുക. പ്രിയമുള്ള സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, പണ്ഡിതന്മാരെ, സുഹൃത്തുക്കളെ, നാം റമളാനെ സംബന്ധിച്ച് അതിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ മഹത്വങ്ങളെ കുറിച്ചുമാണ് ഇപ്പോൾ 2 ദിവസങ്ങളായി നാം പറഞ്ഞു വന്നത്. ഇനിയും അതിനെക്കുറിച്ച് തന്നെ അല്പം പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നലെ നാം പറഞ്ഞു വെച്ചല്ലോ, മഹാനരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ്, എൻ്റെ ഉമ്മത്തിന് റമളാനിൽ അല്ലാഹു തആല 5 കാര്യങ്ങൾ നൽകിയിട്ടുണ്ടെന്നും ആ 5 കാര്യങ്ങൾ ഞാനല്ലാത്ത ഒരു നബിക്കും കഴിഞ്ഞ ഒരു പ്രവാചകന്മാർക്കും നൽകപ്പെട്ടിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിൽ ഒന്നാമത്തെ കാര്യം നമ്മൾ പറഞ്ഞത്, റമളാന്റെ ആദ്യ രാത്രിയാകുമ്പോൾ ആ ആദ്യ രാത്രിയിൽ തന്നെ അല്ലാഹു തആല അവൻ്റെ അടിമകളാവുന്ന നമ്മിലേക്ക് റഹ്മത്തിന്റെ നോട്ടം നോക്കും. ആ റഹ്മത്തിന്റെ നോട്ടം ആർക്ക് ലഭിച്ചുവോ, ആരിലേക്ക് എത്തിയോ അവൻ അല്ലാഹു തആല പുറത്തു കൊടുക്കുകയും ചെയ്യും. അവൻ അല്ലാഹു ഒരിക്കലും ശിക്ഷിക്കില്ല. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു, നോമ്പുകാരന്റെ വായക്കുണ്ടാകുന്ന വാസന, ആ നോമ്പ് നോറ്റത് കൊണ്ടുണ്ടാകുന്ന ആ ഇബാദത്തിനാൽ ഉണ്ടാകുന്ന അസർ, അതിന്റെ അടയാളം കസ്തൂരിയുടെ വാസനയെക്കാളും അള്ളാഹുവിന്റെ അടുക്കൽ സുഗന്ധമാണ്. 2 വ്യാഖ്യാനങ്ങൾ നാം ഹദീസിന്റെ പറഞ്ഞു. ഒന്ന്, കസ്തൂരി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതുപോലെ, കസ്തൂരിന്റെ വാസന എല്ലാവരും ഏതുപോലെ ഇഷ്ടപ്പെടുന്നുവോ അതിനേക്കാളും അല്ലാഹു തആലക്ക് ഇഷ്ടവും ആഗ്രഹവും ഈ നോമ്പുകാരനോടുണ്ടാവും എന്നതാണ് ഒരർത്ഥം. രണ്ടാമത്തെ അർത്ഥം, അവൻ പരലോകത്ത് വരുമ്പോൾ അവന്റെ വായക്ക് കസ്തൂരിയുടെ വാസന ഉണ്ടാവും എന്നും അവൻ സ്വർഗത്തിന്റെ അവകാശിയാണെന്നതിന് അത് അടയാളമായിരിക്കും എന്നുമാണ് രണ്ടാമത്തെ വ്യാഖ്യാനം. മൂന്നാമത്തെ കാര്യം, അള്ളാഹുവിന്റെ മലായികത്തുകൾ എല്ലാ ദിവസങ്ങളിലും, റമളാന്റെ എല്ലാ പകലിലും രാത്രിയിലും നമുക്ക് വേണ്ടി റമളാൻ ആദരിക്കുന്ന, റമളാനെ സ്വീകരിക്കുന്ന, അതിനെ പരിഗണിക്കുന്ന ആളുകൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടിക്കൊണ്ടേയിരിക്കും എന്ന മൂന്നാമത്തെ കാര്യം.
നാലാമത്തെ കാര്യം ഇന്നല്ലാഹ യഅ്മുറു ജന്നത്തുഹു, അല്ലാഹു തആല സ്വർഗത്തോട് കൽപ്പിക്കും. ആ സ്വർഗത്തോടുള്ള പറയും, തസയ്യനീ, നീ അലങ്കരിക്കുക, നീ ഭംഗിയാവുക. വഅ്ദി റംളാന, റംളാനെ സ്വീകരിക്കാൻ വേണ്ടി നീ തയ്യാറാവുക. അപ്പൊ സ്വർഗം എന്തെന്നില്ലാത്ത വിധം പ്രകാശങ്ങൾ കൊണ്ടും മറ്റു വിധത്തിലും എന്തെല്ലാം അലങ്കാരങ്ങളുണ്ടോ ആ വിധത്തിലുള്ള എല്ലാ അലങ്കാരങ്ങളെ കൊണ്ടും മലായികത്തുകൾ സ്വർഗത്തെ അലങ്കരിക്കുന്നതാണ്. സ്വർഗത്തിന് അല്ലാഹു തആല പ്രത്യേകമായ നിലക്ക് ഒരു അലങ്കാരവും റമളാനു വേണ്ടി ഒരു തയ്യാറെടുപ്പും അല്ലാഹു തആല നൽകും. അതുകൊണ്ട് തന്നെ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമ്മളും റമളാൻ വരുമ്പോൾ അതിന്റെ മുന്നോടിയായി ശാരീരികമായും മാനസികമായും ആ റമളാനെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാവുകയും ഒരുങ്ങുകയും ഭംഗിയാവുകയും ചെയ്യേണ്ടതുണ്ട്. ശാരീരികമായ ഭംഗി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എല്ലാം കഴുകി വൃത്തിയാക്കി പെയിന്റ് അടിക്കേണ്ട സ്ഥലത്തൊക്കെ പെയിന്റ് അടിച്ച്, ഭംഗി വരുത്തേണ്ട സ്ഥലത്തൊക്കെ ഭംഗി വരുത്തി, ലൈറ്റുകളോ അലങ്കാരങ്ങളൊക്കെ നോക്കി, അങ്ങനെയാണ് ബാഹ്യമായ നിലക്കുള്ള ശാരീരികമായ നിലക്കുള്ള ഭംഗിയാവൽ. ആ ഭംഗിയാവൽ നല്ലത് തന്നെ, അതിന്റെ കൂലി കിട്ടും. നമ്മുടെ വീട്ടിലെ ഉമ്മമാരൊക്കെ നനച്ചുളി എന്നുള്ള ഒരു പേരിൽ റമളാനോടനുബന്ധിച്ച് എല്ലാം കഴുകി വൃത്തിയാക്കി, എല്ലാം ശുദ്ധിയാക്കി, നിസ്കാര കുപ്പായവും പായവും മറ്റു കിടക്കുന്നതും അവന്റെ വീട്ടിലുള്ള ചുമരുകളും മറ്റൊക്കെ കഴുകും, വൃത്തിയാക്കും. ജനലും വാതിലൊക്കെ എല്ലാം തുടച്ചും അല്ലെങ്കിൽ കഴുകിയും വൃത്തിയാക്കി റമളാൻ സ്വീകരിക്കാൻ വേണ്ടി സന്നദ്ധരായി നിൽക്കുന്നത് കാണാം. അതുപോലെ തന്നെ പള്ളികളൊക്കെ പെയിന്റ് അടിച്ച്, മുസല്ലകളൊക്കെ തിരുമ്പി അലക്കി, വഴികളിലും മറ്റും പുല്ലോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വൃത്തിയാക്കി, പള്ളിയുടെ വലഭാഗങ്ങളിലായിട്ട് ലൈറ്റുകൾ ഫിറ്റ് ചെയ്ത് അതിനെ അലങ്കരിച്ച് നിർത്തുന്നു. ഇതൊക്കെ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ വളരെ പുണ്യമുള്ള പ്രതിഫലാർഹമായ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യമാണ് എന്ന് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ബാഹ്യമായ നിലക്കും ശാരീരികമായ നിലക്കുമുള്ള ഭംഗിയാവൽ എന്ന് പറഞ്ഞാൽ എല്ലാം വൃത്തിയാക്കുക എന്നാണ്. മാനസികമായ നിലക്ക് അതിന് ഇവിടെ തയ്യാറാവുക എന്ന് പറഞ്ഞാലോ, മനസ്സ് ശുദ്ധീകരിക്കുക. മനസ്സ് ശുദ്ധീകരിച്ചുകൊണ്ട് റമളാനെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാവണം. ആരോടും പകയോ വിദ്വേഷമോ ദേഷ്യമോ അല്ലെങ്കിൽ മാനസികമായി ഉണ്ടാകുന്ന കിബർ അല്ലെങ്കിൽ ഉജുബ് പോലത്തെ മാനസികമായ ഒരു മനുഷ്യനിക്ക് വരുന്ന, അവനെ തകർത്ത് കളയുന്ന ചീത്ത സ്വഭാവങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് മനസ്സിനെ ഒന്ന് ശുദ്ധമാക്കിയിട്ട് റമളാനു വേണ്ടി അവൻ തയ്യാറാവുക. കാരണം റമളാൻ എന്നത് അല്ലാഹുവിന്റെ റഹ്മത്താണ്. ആ റഹ്മത്ത് നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ സ്വീകരിക്കണമെങ്കിൽ ആ മനസ്സ് ശുദ്ധമായിരിക്കണം. ശുദ്ധമല്ലാത്ത മനസ്സിൽ റഹ്മത്ത് വന്നാലും അതുകൊണ്ട് വലിയ ഫലം കിട്ടില്ല. ഉദാഹരണം പറയാം, ഒരു വലിയ പാത്രത്തിൽ മാലിന്യങ്ങൾ നിറച്ചു വച്ചിരിക്കുന്നു. ആ പാത്രത്തിന്റെ അരഭാഗം അല്ലെങ്കിൽ കാൽഭാഗം മാലിന്യങ്ങൾ നിറച്ചു വച്ചിരിക്കുകയാണ്. ആ പാത്രത്തിലേക്ക് അള്ളാഹുവിന്റെ റഹ്മത്താകുന്ന മഴ വർഷിച്ചാൽ ആ മഴവെള്ളം കൊണ്ട് ആ പാത്രം ശുദ്ധിയാവുകയില്ല. അതിലുള്ള വെള്ളം കൂടി ചേർന്നത് കൂടുതൽ മലിനമാവുകയും പാത്രം കൂടുതൽ മലിനമാവുകയും ആ വെള്ളങ്ങളൊക്കെ മലിനമായി മാറുകയും ചെയ്യുക. അപ്പൊ അതുകൊണ്ട് ആ മഴ കൊണ്ട് ആ പാത്രത്തിലെ വെള്ളത്തിന് ആ പാത്രത്തിനൊരു മാറ്റം വരുത്താൻ സാധിച്ചില്ല, അത് മലിനമാകാൻ ചെയ്യും. അതുപോലെ നമ്മുടെ ഹൃദയം മാലിന്യമായി കിടക്കുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ റഹ്മത്ത് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ആ റഹ്മത്ത് കൊണ്ട് അതിന്റെ ഫലം നേടാനും അതിന്റെ അസർ സ്വീകരിക്കാനും നമ്മുടെ മനസ്സ് ശുദ്ധമല്ലെങ്കിൽ അതിന് സാധ്യമല്ല. അപ്പൊ മാനസികമായി ശുദ്ധി വരുത്തി പകയും വിദ്വേഷവും ദേഷ്യങ്ങളൊക്കെ അടക്കി വെച്ച്, കുടുംബമായോ മറ്റൊക്കെ പിണങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കി, എല്ലാം മനസ്സ് കിബർ, റിയാ, ഉജുബ് പോലത്തെ കാര്യങ്ങളൊക്കെ അതെല്ലാം മനസ്സ് തട്ടിക്കളഞ്ഞ് ആർക്കും ഒരു വിദ്വേഷവും വെറുപ്പും നമ്മോടില്ലാത്ത വിധം നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിച്ച് നിർത്തുക. ഇതാണ് മാനസികമായ നിലക്കുള്ള ഒരുങ്ങൽ. അപ്പൊ ഏതായാലും റമളാനു വേണ്ടി അല്ലാഹു തആല സ്വർഗത്തിനെ അലങ്കരിക്കുന്നു, അതിനെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാക്കുന്നു എങ്കിൽ അതുപോലത്തെ തയ്യാറെടുപ്പ് നമുക്കും വേണ്ടതാണ് എന്നർത്ഥം.
അഞ്ചാമത്തെ കാര്യം ഇതാക്കാൻ ആഹുലത്തിൻ റമദാന, റമദാന്റെ അവസാനത്തെ രാത്രി ആയാൽ വഫറല്ലാഹുൽ ജമീഉ ഉമ്മത്തി, എൻ്റെ എല്ലാ ഉമ്മത്തുകൾക്കും അല്ലാഹു പുറത്തു കൊടുക്കും. റമദാന്റെ അവസാനത്തെ രാവിലെ, ഇതാണ് അഞ്ചാമത്തെ കാര്യം. എൻ്റെ ഉമ്മത്തിൽ എല്ലാവർക്കും അല്ലാഹു തആല പുറത്തു കൊടുക്കും. പക്ഷെ എല്ലാവർക്കും അല്ലാഹു പുറത്തു കൊടുക്കുമ്പോൾ ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടണമെങ്കിൽ റമദാൻ മാസത്തിൽ അതിന് വേണ്ട കർമ്മങ്ങൾ നമ്മൾ ചെയ്യണം. റമദാൻ അതിൻ്റെ ഹക്ക് പ്രകാരം സ്വീകരിക്കുകയും അതിനെ ചെയ്യേണ്ട കർമ്മങ്ങളും അതിനെ ആദരിക്കേണ്ട വിധത്തിലും ആദരിക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെയും മഗ്ഫിറത്ത് നമുക്ക് ലഭിക്കുക. അങ്ങനെ നാം ചെയ്തിട്ടില്ല എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ കൂട്ടത്തിലായിരിക്കും നമ്മൾ പെട്ടുപോകുക. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അള്ളാഹു റസൂൽ പറഞ്ഞില്ലേ, റഗീമ അൻഫുമൻ മളാ അലൈഹി റമളാനു വലം യുഗ്ഫർ ലഹു, റമളാൻ കഴിഞ്ഞു കടന്നിട്ടും ദോഷങ്ങൾ പൊറുക്കപ്പെടാത്തവൻ മൂക്ക് കുത്തി വീഴട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അവൻ മൂക്ക് കുത്തി വീഴട്ടെ എന്ന് പറഞ്ഞാൽ അവൻ നശിക്കട്ടെ എന്നർത്ഥം. അവന് നാശത്തിന് കാരണക്കാരനായിരിക്കും. മറ്റൊരു ഹദീസിൽ അല്ലാഹു റസൂല് മിമ്പറിലേക്ക് കയറുമ്പോൾ 3 ദുആ ആമീൻ പറഞ്ഞല്ലോ. ആ ആമീൻ പറഞ്ഞ ദുആയിൽപ്പെട്ട ഒരു ദുആയാണല്ലോ, റമളാൻ വന്നിട്ടും അവന്റെ ദോഷങ്ങൾ പൊറുക്കപ്പെടാത്തവനായി അവൻ അവശേഷിക്കുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ ലഅനത്ത് അവന്റെ മേൽ ഉണ്ടാവട്ടെ എന്നാണ് ആ പ്രാർത്ഥന. നാം സ്വീകരിക്കേണ്ടതുപോലെ സ്വീകരിക്കുകയും ആദരിക്കേണ്ട ക്രമത്തിൽ ആദരിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ അതിന്റെ ഒരു ഓഫറും നമുക്ക് കിട്ടുകയില്ല. നമ്മുടെ ഗവൺമെന്റ് ആണെങ്കിലും മറ്റ് സ്ഥാപനങ്ങളാണെങ്കിലും പല ഓഫറുകളും നൽകും. പക്ഷെ ആ ഓഫറുകൾ നൽകുമ്പോൾ അതിന് ചില നിബന്ധനകളൊക്കെ ഉണ്ടാവും. ആ നിബന്ധനകൾ നമ്മൾ അനുസരിച്ചുകൊണ്ട് അത് വാങ്ങാൻ വേണ്ടി തയ്യാറാവുമ്പോഴേ നമുക്കത് കിട്ടൂ. അതേപോലെ റമദാനാകുന്ന അപാരമായ അള്ളാഹുവിന്റെ റഹ്മത്തും അള്ളാഹുവിന്റെ മഗ്ഫിറത്തും ബറാത്തും ഒക്കെ ലഭിക്കുന്ന ഈ ദിനരാത്രങ്ങൾ, അള്ളാഹു നൽകുന്ന ഈ ഓഫർ നമുക്ക് ലഭിക്കണമെങ്കിൽ അതിന് വേണ്ട പണി നമ്മൾ എടുക്കണം. വെറുതെ വീട്ടിലിരുന്നത് കൊണ്ട് അത് നമുക്ക് കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ റമദാൻ മാസം കഴിഞ്ഞു കിടക്കുമ്പോഴും ദോഷം പൊറുക്കപ്പെടാത്തവനാണെങ്കിൽ, അവനത് കാരണമായിട്ട് അള്ളാഹുവിന്റെ മഗ്ഫിറത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ അവൻ അള്ളാഹിന്റെ ലഅനത്തുണ്ടാവട്ടെ എന്ന് നബി അലൈഹി സ്വലാം ദുആ ചെയ്യുകയും അള്ളാഹു റസൂൽ ദ്വാരക്കുകയും ചെയ്തപ്പോൾ മറ്റൊരു ഹദീസിൽ അള്ളാഹു റസൂൽ പറഞ്ഞത് ഇങ്ങനെയാണ്: റമദാൻ അവന്റെ മേൽ കഴിഞ്ഞു കടന്നിട്ടും ദോഷങ്ങൾ പൊറുക്കപ്പെടാത്തവൻ അവന്റെ മൂക്ക് കുത്തി അവൻ വീഴട്ടെ. മൂക്ക് കുത്തി വീഴട്ടെ, റൈമ അംഫുമൻ, അവൻ മൂക്ക് കുത്തി വീഴട്ടെ എന്നാണ്. എന്ന് പറഞ്ഞാൽ അവൻ നശിച്ചു പോട്ടെ, ലാനത്തുണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ അതേ അർത്ഥം തന്നെ, അവൻ നശിച്ചു പോകട്ടെ എന്ന അർത്ഥമാണ് അതിനുള്ളത്. അതുകൊണ്ട് റമദാനിന്റെ പ്രത്യേകതകളാണ് ഇതൊക്കെ നാം മനസ്സിലാക്കുക. അതുപോലെ തന്നെ അല്ലാഹു റസൂൽ പറഞ്ഞ മറ്റൊരു ഹദീസ്, മൻ ഹദറ മജ്ലിസൽ ഇൽമി ഫി റമദാൻ, റമദാനിൽ ഇൽമിന്റെ മജ്ലിസിൽ ഒരാൾ ഹാജറായാൽ, റമദാനിൽ ഇൽമിന്റെ വിജ്ഞാനത്തിന്റെ സദസ്സിൽ ഒരാൾ ഹാജറായാൽ, കതബല്ലാഹു ലഹു ബികുല്ലി ഖദമിൻ, അവൻ ആ സദസ്സിലേക്ക് നടന്നു പോകുന്ന ഓരോ ചവിട്ടടിക്കും പകരം അല്ലാഹു തആല എഴുതി വെക്കും ഇബാദത്ത സന, ഒരു വർഷത്തെ ഇബാദത്തിന്റെ പ്രതിഫലം അവനിക്ക് അല്ലാഹു തആല എഴുതി വെക്കുമെന്നാണ്. അപ്പൊ ഇൽമിന്റെ മജ്ലിസ് എന്നത് റമദാനിൽ വളരെ പ്രത്യേകമുള്ള സംഗതിയാണ്. പഴയകാലത്തൊക്കെ ഇപ്പോഴും പല സ്ഥലങ്ങളിലും റമദാൻ വന്നു കഴിഞ്ഞാൽ റമദാൻ കഴിയുന്നത് വരെ പള്ളിയുടെയോ അല്ലെങ്കിൽ മദ്രസയുടെയോ പരിസരത്തായി രാവിലെ ഒരു 10-11 മണി വരെ അല്ലെങ്കിൽ 10 മണിക്ക് തുടങ്ങി ഉച്ചവരെ ദുഹർ വരെ ക്ലാസ് നടക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. നല്ല ഒരു വഴിയാണ്. പലതും പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് കഴിയും. ആ സദസ്സിലേക്ക്, ഇൽമിന്റെ സദസ്സിലേക്ക് പോകുമ്പോൾ അവൻ നടന്നു പോവുകയാണെങ്കിൽ അവന്റെ ഓരോ ചവിട്ടടികൾക്കും ഒരു വർഷത്തെ ഇബാദത്ത് അല്ലാഹു തആല എഴുതി വെക്കുകയാണ്. ഇനി വാഹനത്തിലാ പോകുന്നെങ്കിലും ആ പോകുന്ന വഴിക്കുള്ള, നടന്നു പോവുകയാണെങ്കിൽ ആ വഴിക്ക് ഉണ്ടാകുന്ന ചവിട്ടടികളുടെ എണ്ണം കണ്ട് അല്ലാഹു തആല അവനിക്ക് ഹസനത്തുകൾ, ഈ പറഞ്ഞ ഒരു വർഷത്തെ ഇബാദത്തിന്റെ പുണ്യം അവനിക്കും അല്ലാഹു തആല നൽകും. അതുപോലെ തന്നെ നാം പറയുന്ന ഈ ഇൽമ് ഒരു സദസ്സായിട്ട് നമ്മൾ ഒരുമിച്ച് കൂടുന്നില്ലെങ്കിലും മൊബൈലിലൂടെ നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൽമ്, റമദാൻ മാസത്തിൽ ഇൽമ് കേൾക്കാനും അത് പഠിക്കാനും മനസ്സിലാക്കാനും നാം തയ്യാറായാൽ നമുക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ ചവിട്ടടികൾ എന്ന് പറയാനില്ലെങ്കിലും ഒരു വർഷത്തെ ഇബാദത്തിന്റെ പ്രതിഫലം അല്ലാഹു തആല എഴുതി വെക്കാം.
അള്ളാഹുത്തല എഴുതി വെച്ചേക്കാം, അള്ളാഹുത്തല അങ്ങനെ എഴുതി വെക്കട്ടെ, ആമീൻ എന്ന് പ്രാർത്ഥിക്കുക. ഇത് റമദാന്റെ പ്രത്യേകതയാണ്. ഇൽമിന്റെ സദസ്സിൽ ഹാജരാകുന്നവർക്ക് ഇത്രയും വലിയ മഹത്വവും പ്രതിഫലം കിട്ടുന്നത് റമദാനിന്റെ ഹുസൂസിയത്താണ്, പ്രത്യേകതയാണ്. അതുപോലെ തന്നെ അല്ലാഹു റസൂൽ പറഞ്ഞു, യകൂനു മഈ തഹ്തൽ അർശി, ആ ഇൽമിന്റെ സദസ്സിൽ പങ്കെടുത്തവൻ നാളെ മഹ്ശറയിൽ എന്നോടൊപ്പം അർശിന്റെ താഴെയായിരിക്കും എന്നും സദാസങ്ങൾ പറഞ്ഞിട്ടുണ്ട്.